ചിത്രം കഴിഞ്ഞ് വന്ദനം. വന്ദനം ശരിക്കും തിയേറ്ററിലൊന്നും അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു. പക്ഷെ ഒരു ഭയങ്കര ഇനീഷ്യൽ ഫുള്ള് കിട്ടിയൊരു സിനിമയൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു കൂട്ടുകെട്ട്, അതായത് വന്ദനത്തിലെ നായിക ഗിരിജ, മോഹൻലാൽ, ഇവരെ വെച്ച് പ്രിയദർശൻ ഒരു സിനിമ അന്ന് പ്ലാൻ ചെയ്തിരുന്നു. അത് ആക്ച്വലി വന്ദനത്തിന് മുമ്പ് പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആര്യൻ എന്ന് പറയുന്ന ഒരു സിനിമ 88-ല്, വന്ദനം 89-ൽ ഓണത്തിനാണ് ഇറങ്ങി. 88 ഓണത്തിന് ഇറങ്ങിയ സിനിമയായിരുന്നു ആര്യൻ. ആര്യന്റെ റൈറ്റർ ടി ദാമോദരനായിരുന്നു. അപ്പൊ പ്രിയദർശൻ ദാമോദരൻ മാഷ് കൂട്ടുകെട്ടിൽ തന്നെ മോഹൻലാലിനെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തു. ആ സിനിമയുടെ പേരായിരുന്നു ധനുഷ്കോടി. ഇതില് സിംഗപ്പൂർ ജോലി തേടി സിംഗപ്പൂർ എത്തുന്ന മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ സിംഗപ്പൂരിൽ ജോലിയൊക്കെ അവിടെ അധികം ശരിയാവാതെ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് തിരിച്ച് ശ്രീലങ്കയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ശ്രീലങ്കയിലെത്തി, ശ്രീലങ്കയിൽ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയം. അവിടെ ഈ ചെറുപ്പക്കാരൻ സിദ്ധാർത്ഥൻ എന്നാണ് ഈ ചെറുപ്പക്കാരന്റെ പേര്, സിദ്ധുവിന് 2-3 സുഹൃത്തുക്കളെ ലഭിക്കുന്നു. അങ്ങനെ വേറെ കുറച്ച് തമിഴന്മാരായ 2-3 സുഹൃത്തുക്കളെ ലഭിച്ചിട്ട് അവരുമായിട്ടുള്ള സൗഹൃദത്തിൽ ഉണ്ടാവുകയും പിന്നീട് അവിടെ കുറെ കള്ളക്കെടുത്ത്, മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങൾ, ഇതിന്റെ ഇടയ്ക്ക് വേറൊരു മലയാളിയായ ഒരു കഥാപാത്രത്തിനെ പരിചയപ്പെടുന്നു. ഇങ്ങനെ പോകുന്ന ഒരു കഥയാണ്.